റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ടി.വി.കെ റാലിക്കിടെ കരൂരിലുണ്ടായ ദുരന്തത്തിൽ അടിയന്തര യോഗം ചേർന്ന അന്വേഷണ സംഘം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥ യോഗത്തിൽ പങ്കെടുക്കുന്നു. തമിഴ്നാട് എ.ഡി.ജി.പി എസ് ഡേവിഡ്സന്റെ നേതൃത്വത്തിലാണ് യോഗം ചേരുന്നത്. അതിനിടെ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ടി.വി.കെ നൽകിയ ഹർജി നാളെ മദ്രാസ് ഹൈക്കോടതി പരിഗണിക്കും. അഷ്കർ അലി കരിമ്പയും ഇക്ബാൽ അറക്കലും നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം അഷ്കർ അലി കരിമ്പയിലേക്ക്. അഷ്കർ അലി കരിമ്പ, അടിയന്തര യോഗത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ പരിശോധന വിധേയമാക്കുന്നത്? അതോടൊപ്പം തന്നെ ടി.വി.കെയുടെ ഹർജി കോടതിയിലേക്ക് എത്തുമ്പോൾ തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നതിന്, പ്രത്യേകിച്ചും കഴിഞ്ഞയാഴ്ച ഇതേ മദ്രാസ് ഹൈക്കോടതി ആരുടെ ഉത്തരവാദിത്തമാണ് യോഗങ്ങളുടെ സുരക്ഷയും സംവിധാനങ്ങളും എന്ന് വ്യക്തമാക്കിയ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുമ്പോൾ കരൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ തമിഴ്നാട് എ.ഡി.ജി.പി ആയിട്ടുള്ള എസ് ഡേവിഡ്സന്റെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേരുന്നത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം പങ്കെടുത്തുകൊണ്ടാണ് യോഗം പുരോഗമിക്കുന്നത്. 6 ജില്ലകളിൽ നിന്നുള്ള എസ്.പിമാർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വിവിധ മേഖലകളിൽ നിന്നുള്ള ഡിവൈഎസ്പിമാരും അതുപോലെ തന്നെ കേസ് അന്വേഷിക്കുന്ന നിലവിലെ ഇൻസ്പെക്ടറായിട്ടുള്ള ടൗൺ സ്റ്റേഷനിലെ SHO ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു. ഏറ്റവും പ്രധാനമായി ഇപ്പോൾ കേസിൽ 3 ആളുകളെ മാത്രമാണ് പ്രതി ചേർത്തിരിക്കുന്നത്. കേസിൽ ടി.വി.കെയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള വിജയെ പ്രതി ചേർക്കുക, അല്ലെങ്കിൽ വിജയ്ക്ക് മൊഴിയെടുക്കുന്നതിന് വേണ്ടി സമ്മൻസ് അയക്കുക, അല്ലെങ്കിൽ വിജയുടെ അറസ്റ്റ് ചെയ്യപ്പെടുത്തുക ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങൾ അന്വേഷണ സംഘത്തിന് മുമ്പിലുണ്ട്. ഇതിൽ എന്ത് നിലപാട് സ്വീകരിക്കണം, ഏത് വിധത്തിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നതടക്കമുള്ള വിഷയങ്ങളാണ് ഇപ്പോൾ പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത്. അതിനോടൊപ്പം തന്നെ സർക്കാർ കൂടി നിർദ്ദേശപ്രകാരം മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, പോലീസ് അന്വേഷണത്തിന് സമാന്തരമായിക്കൊണ്ട് തന്നെ ഏകാംഗ ജുഡീഷ്യൽ കമ്മീഷന്റെ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. സ്വാഭാവികമായും അതിനും കൊട്ടം നടത്താത്ത രീതിയിൽ, പ്രത്യേകിച്ച് ടി.വി.കെ ഹൈക്കോടതി സമീപിച്ച സാഹചര്യത്തിൽ വിശ്വാസ്യത നിലനിർത്തിക്കൊണ്ട് തന്നെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ള ഭാരിച്ച ഉത്തരവാദിത്തമാണ് തമിഴ്നാട് പോലീസിന്റെ മുന്നിലുള്ളത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു അടിയന്തര യോഗം സംസ്ഥാന എ.ഡി.ജി.പി എസ് ഡേവിഡ്സന്റെ നേതൃത്വത്തിൽ 6 എസ്.പിമാരും വിവിധ ഡിവൈഎസ്പിമാരും SHOമാരും ഉൾപ്പെടെ പ്രത്യേക അന്വേഷണ സംഘത്തിൽപ്പെട്ട ആളുകളും ഉൾപ്പെടെയുള്ളവർ ചേർന്നുകൊണ്ട് ഇപ്പോൾ കരൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ വെച്ചുകൊണ്ട് യോഗം ചേരുന്നത്. അതിനോടൊപ്പം തന്നെ ചില സാക്ഷികളെ, ആ സംഭവ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ചില സാക്ഷികളടക്കം സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുന്നത്, അവരുടെ മൊഴിയെടുക്കലും അതിനോടൊപ്പം തന്നെ പുരോഗമിക്കുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളും FIR വിശദാംശങ്ങളും അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ അടിയന്തര യോഗം പുരോഗമിക്കുന്നത്. അതുപോലെ തന്നെ സൂചിപ്പിച്ച രണ്ടാമത്തെ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ, നിർണായകമായ ഒരു നിയമ പോരാട്ടത്തിലേക്ക് കൂടി ടി.വി.കെ കടന്നിരിക്കുന്നു എന്നാണ്. ടി.വി.കെയുടെ നേരത്തെ തന്നെ കേസിൽ പ്രതി കൂടിയായിട്ടുള്ള നിർമ്മൽ കുമാറും അതുപോലെ തന്നെ ടി.വി.കെയുടെ ഒരു ലോയേഴ്സ് ഫോറമുണ്ട്, അതിൻ്റെ നേതാവ് കൂടിയായിട്ടുള്ള അറിവഴകനും, ഇവർ രണ്ടുപേരും ചേർന്നാണ് ഇത്തരത്തിലൊരു ഹർജി തമിഴ്നാട് വെട്ടറി കഴകത്തിന് വേണ്ടി ടി.വി.കെക്ക് വേണ്ടി ഒരു ഹർജി മദ്രാസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. അതിൽ ഉന്നയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്നുകിൽ ഈ കരൂരിലുണ്ടായ ദുരന്തത്തിൽ മദ്രാസ് ഹൈക്കോടതി തന്നെ മുൻകൈയെടുത്തുകൊണ്ട് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു സ്വമേധയുള്ള ഒരു അന്വേഷണം നടത്തണം. അതല്ല എങ്കിൽ CBIയെ കൊണ്ട്, ഒരു സെൻട്രൽ ഏജൻസിയെ കൊണ്ട് കേസ് അന്വേഷിപ്പിക്കണം. CBI കൊണ്ടുള്ള കേസ് അന്വേഷണം നടത്തണമെന്നുള്ള ആവശ്യമായിട്ടാണ് ഇപ്പോൾ ഈ ഹൈക്കോടതി സമീപിച്ചിരിക്കുന്നത്. ഹൈക്കോടതി ജഡ്ജി M ദണ്ഡപാണിയുടെ ചെന്നൈയിലുള്ള വീട്ടിലെത്തിക്കൊണ്ടാണ് ഈ ടി.വി.കെയുടെ ഡെപ്യൂട്ടി സെക്രട്ടറി കൂടിയായിട്ടുള്ള നിർമ്മൽ കുമാറും അതുപോലെ തന്നെ ലോയേഴ്സ് ഫോറത്തിന്റെ നേതാവ് കൂടിയായിട്ടുള്ള അറിവഴകനും ചേർന്നുകൊണ്ട് ഇത്തരത്തിൽ ഹർജി സമർപ്പിച്ചത്. ഹർജി കോടതി അനുമതി നൽകുകയും ചെയ്തു. ആ ഹർജി നാളെ ഉച്ചയ്ക്ക് 2:15 ശേഷം മദ്രാസ് ഹൈക്കോടതി കേസ് പരിഗണിക്കുകയും ചെയ്യും. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹൈക്കോടതി തന്നെ ടി.വി.കെക്ക്, പ്രത്യേകിച്ച് വിജയ്ക്ക് പല ഘട്ടങ്ങളിൽ ഇത്തരത്തിലൊരു അപായ മുന്നറിയിപ്പ് നൽകുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അത്തരമൊരു ഘട്ടത്തിൽ ഏത് വിധത്തിൽ ഹൈക്കോടതി കേസ് സ്വീകരിക്കുമില്ലെങ്കിൽ ഇതിൻ്റെ വാദങ്ങൾ എങ്ങനെയാണ് അംഗീകരിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം. പ്രത്യേകിച്ച് വിജയും അല്ലെങ്കിൽ ടി.വി.കെ മുന്നിൽ കാണുന്ന രാഷ്ട്രീയ ലക്ഷ്യം എന്ന് പറയുന്നത് DMKയുടെ കൈകളിൽ നിന്ന്, DMKയുടെ കീഴിലുള്ള ജുഡീഷ്യൽ കമ്മീഷനിൽ നിന്നും മാറിക്കൊണ്ട് ഒരു സ്വതന്ത്രമായ അന്വേഷണം നടത്തി ആ അന്വേഷണത്തിൽ തങ്ങളാൽ ആവിധം വിധം തങ്ങളുടെ നിരപരാധിത്വം സമർപ്പിക്കുക എന്നതാണ് ടി.വി.കെ ലക്ഷ്യമിടുന്നത്. അതേസമയം തന്നെ ഹൈക്കോടതി അടക്കം അല്ലെങ്കിൽ പോലീസ് അടക്കം നിർദ്ദേശിച്ച പല മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് ടി.വി.കെയുടെ പരിപാടി നടന്നത് എന്നുള്ള ആരോപണം ഇപ്പോൾ തന്നെ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. ആ ഒരു ഘട്ടത്തിൽ ഹൈക്കോടതിയിലേക്ക് ടി.വി.കെ CBI അന്വേഷണം ആവശ്യപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ ഹൈക്കോടതി അത് എത്രത്തോളം സ്വീകരിക്കുമെന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം. അതിനോടൊപ്പം തന്നെ ടി.വി.കെ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത്, ഈ കേസ് അട്ടിമറിക്കപ്പെടാതിരിക്കാൻ ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഇപ്പോൾ തന്നെ റെക്കോർഡിക്കലാക്കണമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് CCTV ഉൾപ്പെടെയുള്ള നിർണായക രേഖകളൊക്കെ തന്നെ ശേഖരിക്കണം. പരമാവധി വിഷയങ്ങൾ ശേഖരിച്ചുകൊണ്ട് സ്വതന്ത്രവും നീതിയുക്തമായ അന്വേഷണം നടത്തുന്നതിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നുള്ള ഒരു ആവശ്യമാണ് ഇപ്പോൾ
ഹർജിയിലൂടെ ടി.വിക്ക് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും നാളെ 2:15 മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ചാണ് ഈ കേസ് പരിഗണിക്കുക. ആ വാദം കേൾക്കലിന് ശേഷമായിരിക്കും വിഷയത്തിൽ ഒരു നിർണായക നിലപാടുണ്ടാകും. ഇതിൽ ഏറ്റവും പ്രധാനമായി സർക്കാരിൻ്റെയും അതുപോലെ തന്നെ CBIയുടെയും റിപ്പോർട്ട് തേടുക എന്നുള്ള പ്രാഥമിക കർത്തവ്യത്തിലേക്ക് ഹൈക്കോടതി കടക്കാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. ആ റിപ്പോർട്ടുകളുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ഒരുപക്ഷേ ഒരു തുടർ തീരുമാനങ്ങളിലേക്ക് ഹൈക്കോടതി എത്തുക. സുജിയ.